കേരളത്തിൽ യു.ഡി.എഫ് വിജയം കൈവരിച്ചെങ്കിലും തൃശൂർ ജില്ലയിൽ കോൺഗ്രസിന് മുന്നേറ്റം സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല. ആകെയുള്ള 13 മണ്ഡലങ്ങളിൽ 9 മണ്ഡലങ്ങളിലും എൽ.ഡി.എഫ് വിജയിച്ചു കയറി. സിറ്റിംഗ് സീറ്റായ ചാലക്കുടി സീറ്റ് നിലനിർത്തിയതോടൊപ്പം കൂടുതലായി 3 സീറ്റുകളിൽ മാത്രമാണ് യു.ഡി.എഫിന് വിജയിക്കാനായത്. തെരഞ്ഞെടുപ്പ് പൂർത്തിയായി ഏകദേശം ഒരു മാസത്തോളമുണ്ടായ കാത്തിരിപ്പിനൊടുവിൽ കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോഴും തൃശൂർ ജില്ലയിൽ പ്രതീക്ഷിച്ച വിജയം കൈവരിക്കാൻ കോൺഗ്രസിന് സാധിച്ചില്ല. സിറ്റിംഗ് സീറ്റായ ചാലക്കുടി നിലനിർത്തിയതോടൊപ്പം ഇരിഞ്ഞാലക്കുട, കൊടുങ്ങല്ലൂർ, തൃശൂർ എന്നീ 3 മണ്ഡലങ്ങളിൽ മാത്രമാണ് യു.ഡി.എഫിന് വിജയിക്കാനായത്. വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ മണലൂരിലും ഗുരുവായൂരിലും എൽ.ഡി.എഫ് സ്ഥാനാർത്ഥികൾ തന്നെ വിജയിച്ചു. 126 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മണലൂരിൽ എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥ് വിജയിച്ചു. 1998 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി N.K. അക്ബർ ഗുരുവായൂരിലും വിജയിച്ചു. അതേസമയം ഒല്ലൂർ മണ്ഡലത്തിൽ എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി കെ രാജൻ 3ാം തവണയും മണ്ഡലത്തിൽ വിജയിച്ചു. 8000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു വിജയം. ചേലക്കര, കുന്നംകുളം, വടക്കാഞ്ചേരി, പുതുക്കാട്, നാട്ടിക, കയ്പമംഗലം തുടങ്ങിയ ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ടകളായ മണ്ഡലങ്ങളിൽ എൽ.ഡി.എഫ് മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. കൈരളി ന്യൂസ്, തൃശൂർ.